ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 376 ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ലളിത എറണാകുളമാണ്. നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ സതീഷ് കുമാറാണ്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. മാഷെ സായിരാം. സായിരാം സായിരാം. ശ്രീമതി ലളിത. ഭഗവാന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. എല്ലാവർക്കും ഇന്നത്തെ അന്തർശൗച യജ്ഞത്തിലേക്ക് സ്വാഗതം. നമ്മള് 371 ദിവസമായിരിക്കുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് 76 നമുക്കിന്ന് അനുഭവങ്ങൾ പറയാനായിട്ട് എത്തിയിട്ടുള്ള ഗസ്റ്റ് ശ്രീമതി ലളിത എറണാകുളമാണ്. സ്വാഗതം മാം. സായിരാം. 3 പ്രാവശ്യം ഓങ്കാരം, ഒന്ന് പൊങ്ങിയിരിക്കണം. 3 സായി ഗായത്രി. അതിനുശേഷം ഭഗവാന്റെ വാണികൾ വായിക്കാം. ഒരു 10 മിനിറ്റ് താഴെ എടുക്കാവുള്ളൂ. അതിനുശേഷം അനുഭവങ്ങൾ പറയാം. ഓക്കെ, സായിരാം, തുടങ്ങിക്കോളൂ. സായിരാം. ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എൻ്റെ പേര് ലളിത. പെരുമ്പാവൂരാണ് വീട്. ഞാൻ ഏകയാണ്. സ്വാമി മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. സായിരാം. എല്ലാവരും വായിക്കുമ്പോ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇത് പറയുമ്പം വീഡിയോ ഓൺ ചെയ്താൽ മതി. അനുഭവം പറയുമ്പോ. അപ്പൊ പുസ്തകം നോക്കുമ്പോ തല മാത്രമൊക്കെ വരും. അതുകൊണ്ടാ. സായിരാം. എല്ലാവരുടെയും പാദങ്ങളിലും സർവേശ്വരനായ ഭഗവാന്റെ പാദങ്ങളിലും എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ തുടങ്ങട്ടെ. സായിരാം. സനാതന സാരഥിയിൽ നിന്നെടുത്ത അവതാരവാണിയാണ് വായിക്കുന്നത്. ഭക്തിയിലൂടെ മുക്തി. ഭക്തിയാണ് ഈശ്വരനെ നേടാനുള്ള ആദ്യ ചുവട്. ഭക്തിയാണ് ജനനമരണ രോഗത്തിനുള്ള ഒറ്റമൂലി. ഭക്തിയാണ് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ജീവിത ലക്ഷ്യമായ മുക്തി മാനവന് നേടിക്കൊടുക്കുന്നതും ഭക്തി തന്നെ. സംസ്കൃത പദ്യസാരം. ദിവ്യ പ്രേമ സ്വരൂപരെ, ആധ്യാത്മികതയുടെ പരമമായ സ്ഥിതി പ്രാപിക്കാനുള്ള രാജപാത ഭക്തിയാണ്. ലൗകികമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങിക്കിട്ടാനും സന്തോഷം നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗവും ഭക്തി തന്നെ. സങ്കടങ്ങൾ ഇല്ലാതെയാക്കുക, സന്തോഷത്തിലും പരമാനന്ദത്തിലും പൂർണ്ണത നേടുക, അതാണ് മുക്തി. ഭക്തിയിൽ കൂടി മുക്തി നേടാൻ സാധിക്കും. ഭക്തി മാർഗം. പുരാതന കാലം മുതലേ ഭാരതം ലോകത്തിന് സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ പാരമ്പര്യ പ്രാർത്ഥന ലോകത്തിലുള്ള എല്ലാവർക്കും സുഖവും ആനന്ദവും നേടാൻ സാധ്യമാകണം എന്നതാണ്. ലോകാ സുഖിനോ ഭവന്തു. ആധ്യാത്മിക ഔന്നത്യമുള്ള ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ അശാന്തി, അനീതി, അസത്യം എന്നിവ പെരുകി വരുന്നതായി കാണുന്നു. എന്താണ് കാരണം? ഭക്തിയുടെ അഭാവവും ഈശ്വരനോടുള്ള സമർപ്പണ ഭാവം ഇല്ലാത്തതുമാണ് മുഖ്യ കാരണങ്ങൾ. ഇന്ന് മനുഷ്യൻ ക്ഷണികങ്ങളും ലൗകിക സുഖങ്ങളും സന്തോഷങ്ങളും നേടിയെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നിത്യമായ മനഃശാന്തിയും ആത്മീയാനന്ദവും നേടാൻ അവർ ശ്രമിക്കുന്നില്ല. പരമാനന്ദത്തിന്റെ വില. ഈ ലോകത്ത് എന്തു നേടണമെങ്കിലും
അതിനുള്ള വില കൊടുക്കണം. ഒരു കൈലേസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 10 രൂപ കൊടുക്കണം. വില കൊടുക്കാതെ നിങ്ങൾക്ക് കൈലേസ് വീട്ടിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. നശ്വരവും ക്ഷണികവുമായ ഒരു വസ്തുവിന് പോലും വില കൊടുക്കേണ്ടതായ സ്ഥിതിയിൽ സ്വാഭാവികമായും സ്ഥിരമായ പരമാനന്ദം ലഭിക്കുന്നതിലും ഉചിതമായ വില കൊടുക്കണം. എന്താണ് അതിന്റെ വില? അതിന്റെ വില പരിശുദ്ധ പ്രേമമാണ്. പവിത്രവും സദാ നൂതനവും ദിവ്യവുമായ പ്രേമം. ഇത് ലൗകികമായ പ്രേമമല്ല. ഈ പ്രേമത്തിന് ഉയർച്ചയും താഴ്ചയും ഇല്ല. ഇത് ഒരിക്കലും ക്ഷയിക്കുകയുമില്ല. പ്രേമം എപ്പോഴും കൊടുക്കുന്നതായിരിക്കും. ഏതാണ് മഹത്തരമേറിയത്? നാരദൻ മറുപടി കൊടുത്തു, ഭൂമിയാണ് ഏറ്റവും മഹത്വമുള്ളത്. ഭഗവാൻ തിരക്കി, ഭൂമിയുടെ 4/3 ഭാഗം ജലം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. കാര്യം അങ്ങനെ ഇരിക്കെ അവ രണ്ടിലും ഏതിനാണ് കൂടുതൽ മഹത്വം? ജലത്തിനാണ് കൂടുതൽ മഹത്വമെന്ന് നാരദർ സമ്മതിച്ചു. വിഷ്ണു ഭഗവാൻ വീണ്ടും തിരക്കി, പക്ഷെ അഗസ്ത്യമഹർഷി ഒറ്റ വലിക്ക് കടൽ മുഴുവനും കുടിച്ചു പറ്റിച്ചല്ലോ. അപ്പോൾ അഗസ്ത്യമഹർഷി ആണോ ജലമാണോ വലുത്? നാരദർ പറഞ്ഞു, അവിടുന്ന് അരുളിയത് ശരിയാണ്. അഗസ്ത്യമഹർഷി ജലത്തിനേക്കാൾ മഹത്വമുള്ള ആളാണ്. മഹാവിഷ്ണു പിന്നെയും ചോദിച്ചു, പക്ഷേ ഈ അഗസ്ത്യൻ ഇന്ന് ആകാശത്തിൽ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ്. അപ്പോൾ ഈ നക്ഷത്രമാണോ ആകാശമാണോ കൂടുതൽ വലുത്? നാരദർ പറഞ്ഞു, ആകാശമാണ് കൂടുതൽ വലുത്. വിഷ്ണു ഭഗവാൻ അത് സമ്മതിച്ചുകൊണ്ട് അരുളി, താങ്കളുടെ ധാരണ ശരിയാണ്. വാസ്തവത്തിൽ ആകാശമാണ് കൂടുതൽ വലുത്. പക്ഷേ വാമന അവതാരത്തിൽ മഹാവിഷ്ണു ബലിചക്രവർത്തിയുടെ 3 അടി മണ്ണ് ചോദിച്ചു. ദാനം കിട്ടിയ 3 അടി അളന്നെടുക്കുന്നതിനിടയിൽ വാമനൻ ത്രിവിക്രമന്റെ രൂപമെടുത്ത് ആദ്യ പാദം കൊണ്ട് തന്നെ ഭൂമി മുഴുവൻ അളന്നെടുത്തു. 2ാമത്തെ പാദം കൊണ്ട് ആകാശം മുഴുവനും അളന്നു. 3ാമത്തെ പാദം വയ്ക്കുന്നതിന് സ്ഥലമില്ലായിരുന്നു. ബലിചക്രവർത്തിക്ക് തന്റെ ശിരസ് നീട്ടി കൊടുക്കേണ്ടി വന്നു. 3ാമത്തെ പാദം വയ്ക്കുന്നതിന് അപ്പോൾ ഈശ്വരനാണോ ആകാശമാണോ കൂടുതൽ മഹാത്മ്യമുള്ളത്? നാരദർ വിസ്മയത്തോടെ പറഞ്ഞു, സ്വാമി, ഭഗവാന്റെ പാദം എത്ര വലുത്! ഈശ്വരൻ തന്നെയാണ് വാസ്തവത്തിൽ ഏറ്റവും വലുത്. ഈശ്വരൻ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വരൻ ഭക്തന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നു. അപ്പോൾ ഭക്തനാണോ ഈശ്വരനാണോ കൂടുതൽ മഹത്വമുള്ളത്? മഹാവിഷ്ണു പുഞ്ചിരിയോടെ ചോദിച്ചു. നാരദർ തൊഴുകയോടെ പറഞ്ഞു, ഭക്തനാണ് ഈശ്വരനേക്കാൾ മഹത്വമുള്ളത്. ശ്രീശങ്കരന്റെ 3 പാവങ്ങൾ. എന്താണ് പാപം? എന്താണ് പുണ്യം? ഒരിക്കൽ ആദിശങ്കരൻ വാരണാസിയിലെത്തി. കാശി വിശ്വനാഥ പ്രഭുവിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ആദിശങ്കരൻ പറഞ്ഞു, ഞാൻ 3 പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലയോ പ്രഭു. ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള മാർഗം എനിക്ക് പറഞ്ഞു തരണമേ. ഓ വിശ്വനാഥ പ്രഭു, എന്റെ 1ാമത്തെ പാപം ഈശ്വരൻ മനസ്സിനും വാക്കിനും അതീതനാണെന്ന് അറിയാമായിരുന്നിട്ടും മറ്റുള്ളവരെ അത് പഠിപ്പിച്ചു കൊടുത്തു. പല സ്തോത്രങ്ങളിൽ കൂടി അങ്ങയെ വിവരിക്കാൻ ശ്രമിച്ചു. 2ാമത്തത് വേദങ്ങളിലും മറ്റും ഈശ്വരൻ സർവ്വവ്യാപിയാണെന്നും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നുവെന്നത് സത്യമാണെന്നും ഉറപ്പുണ്ടായിട്ടും ഈ സത്യം ഞാൻ എല്ലാവരോടും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവിടുത്തെ ദർശനത്തിനായി വാരണാസിയിൽ വന്നിരിക്കുന്നു. എന്റെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും തമ്മിൽ യോജിപ്പില്ലെന്ന് ഇത് കാണിക്കുന്നു. ഇതാണ് എന്റെ 2ാമത്തെ പാപം. 3ാമതായി, വേദങ്ങളിലെ തത്വങ്ങളിൽ ഓരോ ആത്മാവാണ് എല്ലാ ജീവികളും കുടികൊള്ളുന്നതെന്നും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നുമുള്ള വേദപാഠങ്ങളിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. ഈ സത്യം എന്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ പ്രസ്താവിക്കുന്നു. എന്നിട്ടും ഞാൻ ഇപ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും വിഭിന്നരാണെന്നതുപോലെ പരസ്പരം വ്യത്യസ്തരാണെന്നതുപോലെ ഇതാണ് എന്റെ 3ാമത്തെ പാപം. അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ 3 പാപങ്ങളിൽ നിന്നും എന്നെ മാപ്പാക്കണം. ഒരു വിധത്തിൽ
ചിന്തിക്കുക, മറ്റൊരു വിധത്തിൽ പറയുക. ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായത് ചെയ്യുക. അത് ശരിയല്ല. മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം മഹാത്മനാം മനസ്സന്യത് വചസ്സന്യത് കർമ്മണ്യത് ദുരാത്മാനാം. ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും തമ്മിൽ പൂർണ്ണമായി ഐക്യമുണ്ടോ അവർ മാഡം വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവം പറഞ്ഞോളൂ. അനുഭവം പറഞ്ഞോളൂ. ഈശ്വരൻ മനുഷ്യന്റെ രൂപത്തിലെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല, അനുഭവം പറഞ്ഞോളൂ. അനുഭവം പറഞ്ഞോളൂ. നാനാത്വത്തിൽ ഏകത്വം. ലോകത്തിലെ ആളുകൾ നാനാതരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നു. ഏകത്വത്തിൽ നാനാത്വരെ കാണുന്നവരായി എത്രയോ വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. പക്ഷെ വേദമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവയുടെ യഥാർത്ഥ അർത്ഥമോ പ്രാധാന്യമോ ആന്തരാർത്ഥമോ മനസ്സിലാകുന്നില്ല. കേൾക്കാരർ പോലെ മന്ത്രങ്ങൾ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അനുഭവം എന്ന് പറഞ്ഞ ചെറിയ ചെറിയ അനുഭവങ്ങളേ ഉള്ളൂ എനിക്ക്. അത് വീഡിയോ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. സായിരാം, ഇവിടെ കറണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് മഴ പെയ്താറിനെ സായിരാം. 1976 ഞാൻ സ്വാമിയെ പറ്റി അറിയുന്നത് ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പഠിച്ചിരുന്ന കാലം. അന്ന് ഞങ്ങളുടെ മാഷ് ഒരു സായി ഭക്തനായിരുന്നു. മാഷ് ആണ് പെരുമ്പാവൂര് നമ്മുടെ സായി ഭഗവാനെ പരിചയപ്പെടുത്തിയതും ഭഗവാനിലേക്ക് എല്ലാവരെയും ആനയിച്ചതും പൈസാറ് തന്നെയാണ്. എങ്കിലും എല്ലാ 3 മാസം കൂടുമ്പോഴും മാഷ് പുട്ടപ്പുറത്തേക്ക് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഒട്ടും സ്വാമിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, മാഷിനെ ഞങ്ങള് തമാശയായിട്ട് പലതും പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ മാഷ് പറയും, നിങ്ങൾ നോക്കിക്കോ, എന്നേക്കാളും വലിയൊരു സായി ഭക്തരായി നിങ്ങൾ മാറുന്ന ഒരു കാലം വരും. അത് സത്യത്തില് എൻ്റെ അനുഭവത്തിൽ അത് സത്യമായി തീർന്നു തന്നെ പറയണം. ആദ്യം ചെറുപ്പത്തിലെ ഭഗവാനെ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് എനിക്ക് വളരെയധികം നഷ്ടങ്ങളും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും മാഷ് പുട്ടപ്പുറത്തിൽ പോയ ബസ് നിറച്ച ആളുണ്ടായിരുന്നു. അത് ഒരു കൊക്കയിലേക്ക് വീണിട്ട് ബസ്സിനും ആളുകൾക്കും ഒന്നും സംഭവിച്ചില്ല. അത്രയും അഗാധമായൊരു കൊക്കയായിരുന്നു. ബന്ദിപ്പൂര് വെച്ച് ആർക്കും ഒന്നും ഒരു പോറൽ വെക്കാതെ അവര് രക്ഷപ്പെട്ടു എന്ന് മാഷ് പറഞ്ഞു. മാഷ് വന്നപ്പോ ഞങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞപ്പോ സ്വാമിനെ പറ്റി കൂടുതൽ എനിക്കൊരു വിശ്വാസം തോന്നി. അങ്ങനെ ഇരിക്കെ ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ ഹാളില് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ പരീക്ഷ ഹാളിൽ വെച്ച് തല ഇറങ്ങി വീഴുക. അപ്പം മാഷ് വീണ് കഴിഞ്ഞപ്പോൾ മാഷിനെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് വിളിച്ചു. മാഷ് വന്നു. സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്താ എന്ന് പിടികിട്ടിയില്ല. പെട്ടെന്നാണ് തലയിറക്കം വന്നത്. അവര് പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുട്ടീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് എനിക്കപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു.
അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര നീരും പ്രശ്നങ്ങളുമായി. നീര് വന്നപ്പോ ഇനി പല്ലുവേദന ആയിരിക്കും എന്ന് എഴുതി ഇങ്ങനെ ഇവിടെ ഒന്ന് പൊട്ടിച്ചു. അതാണ് ഒരു പാടൊക്കെ ഉള്ളത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എത്തിച്ചു. പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ വേണം, ഒരു സിസ്റ്റ് വളരുന്നുണ്ട് പല്ലിനും എല്ലിനും ഇടയ്ക്കെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് ഭയന്ന് വിളിച്ച് എല്ലാവരും കരഞ്ഞു വിളിച്ചാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യാതൊരുവിധ നിവൃത്തിയില്ല. അച്ഛൻ ഒരു സ്കൂളില് ഒരു ജോലിക്ക് പോകണ്ടെന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. മാഷാണ് ഞങ്ങളെ സഹായിച്ച്, എന്നെ മാഷും കുട്ടികളും എല്ലാവരും കൂടെ സഹായിച്ചാണ് ലിസിന്ന് ഞാൻ. അപ്പൊ അന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ ഞാൻ ഓപ്പറേഷൻ ടേബിളിന്റെ അടുത്ത് സ്വാമിയാണ് കാണുന്നത്, ഒരു ചുമന്ന അങ്കിയിട്ട് നിൽക്കണ സ്വാമി. അപ്പൊ എനിക്ക് കൂടുതൽ എന്താ പറയണ്ടേ, മാഷ് വന്നപ്പോ ഞാൻ കരഞ്ഞുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോ മാഷ് വന്നു കാണാനായിട്ട്. അപ്പൊ ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു സക്സസ്സായി. ഒരു 6 മാസത്തോളം ചികിത്സിക്കേണ്ട വന്നു. അതങ്ങനെ ആയി. എനിക്ക് എല്ലാം പിന്നെയും കുറെ അനുഭവങ്ങളുണ്ട്. പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതോടുകൂടി ഞങ്ങളുടെ കുടുംബം ഇല്ലാതായി. ഞാൻ പിന്നെ ഓരോ ജോലികൾക്കൊക്കെ പോയി. അച്ഛന് അങ്ങനെ ഇരുന്നപ്പോ എല്ലാവരും കൂടെ പറഞ്ഞ് അച്ഛൻ്റെ പാർട്ടി ജോലിക്കായിട്ട് അപേക്ഷിച്ചു. അങ്ങനെ എനിക്ക് ജോലി കിട്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ജോലി കിട്ടി. ആ ജോലി കിട്ടിയും കൊണ്ട് ആങ്ങളുടെ മക്കളെ ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ എത്തിച്ചു. ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് സ്വാമിയിലേക്ക് എനിക്ക് അന്നൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ സ്വാമിയിലേക്ക് ഞാൻ വന്നത് 1996 AEO പെരുമ്പാവൂര് ജോലി നോക്കുമ്പോഴാണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ശശി സാറ്, എല്ലാവരും അറിയും ശശി കീഴിലം. സാറ് പറഞ്ഞാണ്, ലളിത ഗുരുവായൂർക്ക് പോണ എന്തിനാ, നമ്മൾ ശ്രീകൃഷ്ണനെ കാണാനല്ലേ പോണത്, ആ ശ്രീകൃഷ്ണനും മനുഷ്യനല്ലായിരുന്നോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അങ്ങനെ എനിക്ക് കൂടുതൽ കുറെ മനസ്സിലാക്കാൻ പറ്റി സ്വാമിനെ പറ്റി. അങ്ങനെ ഒരു ശൈല ടീച്ചറിന്റെ അടുത്ത് തന്നെ ശൈല ടീച്ചറിന്റെ വീടുണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചയും ഫാത്തിമയുണ്ട്, ബാലവികാസിന്റെ ക്ലാസ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഭഗവാന്റെ കാര്യമല്ലേ പോകാന്ന് കരുതി അങ്ങനെ ശൈല ടീച്ചറിന്റെ വീട്ടില് എത്തി. ശൈല ടീച്ചറിന്റെ വീട്ടില് ബാലവികാസ് ക്ലാസ് എടുക്കാനും ഒക്കെ പോയി. അങ്ങനെ പിന്നെ പൂർണ്ണമായിട്ട് സ്വാമിയിലേക്ക് വന്നു. ബാലവികാസിന്റെ ക്ലാസ്സും എടുത്തു. സമിതിയിൽ അന്ന് ആ കാലത്ത് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ നിന്നോളാം, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹമല്ലേ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ എഡ്യൂക്കേഷൻ കോർഡിനേറ്ററായി 2006. അപ്പോഴാണ് പുട്ടപ്പർത്തിക്ക് അപ്പോഴും പോയിട്ടില്ല. പുട്ടപ്പർത്തിക്ക് പോകാനായിട്ട് ഒരു ബസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. 2006 അപ്പൊ എന്നാ അതിൽ പോകാം. അങ്ങനെ ഞങ്ങള് കുറെ പേര് കൂടി പുട്ടപ്പർത്തിയിലെ ആ ബസ്സില് പോവാണ്. ബസ്സിൽ പോയി ഭജന എന്താ പറയണ്ടെന്ന് അറിയില്ല. ഭജനയൊക്കെ ആയി മന്ദിരത്തില് ഞങ്ങള് ഇരുന്നു. ഭഗവാനെ കാത്തിരിക്കുകയാണ്. ഭഗവാൻ മന്ദിരത്തിൽ നിന്നും കാറില് വരുന്നതും കാത്ത് ഞങ്ങൾ അങ്ങനെ ഇരിക്കുക. ആ ഒരു നിമിഷം കാറ് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കാറ് എത്തിയ സമയത്ത് അടക്കാൻ സാധിച്ചില്ല. എന്താ കരച്ചിലാണോ സന്തോഷാണോ, ആദ്യമായിട്ട് ഭഗവാനെ കാണുക. അപ്പൊ ഞാൻ ഭഗവാനെ, എൻ്റെ ശിവഭഗവാൻ തന്നെയാണ്, ശിവനെയാണ് എനിക്ക് കൂടുതൽ
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഭഗവാൻ ശരിക്കും പരമശിവനായിട്ട് തന്നെ ഉള്ള ഇതിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ ദർശനത്തില് ഭഗവാൻ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കി കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് പിള്ളേര് അടുത്തുള്ളവര് പറഞ്ഞ അത് നമ്മൾക്ക് അദൃശ്യമായ ശക്തികളോട് ഭഗവാൻ സംസാരിക്കണാണ് എന്ന് പറഞ്ഞു. പിന്നീട് 2008 മുതല് എല്ലാ സർവീസിനും ഞാൻ പോയി. മുടങ്ങാതെ എല്ലാ സർവീസിനും പോകാൻ സാധിച്ചു. അങ്ങനെ ഒരിക്കൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഗോഡൌണിലാണ് സർവീസ് ആയിരുന്നത്. ഗോതമ്പ്, അരി എല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അമ്മ, അവിടുത്തെ അമ്മ, പെർമനന്റ് സ്റ്റാഫ്. അങ്ങനെ ഞങ്ങള് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു പൂച്ച പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു അതിനകത്ത്. അവര് അതിനെ മാറ്റി ഞങ്ങൾ എടുത്തുകൊണ്ടെന്ന് വച്ചു. അങ്ങനെ അത് ഞങ്ങൾ എന്നിട്ട് ആ വേസ്റ്റ് എല്ലാം കൂടെ കൂടി തട്ടാനായിട്ട് പുറത്ത് കൊണ്ടുപോയി. ഞാനും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടിയാണ് പോയത്. വേസ്റ്റ് തട്ടിയിട്ട് കുറച്ചും കൂടെ നീങ്ങുമ്പോ എൻ്റെ പാദത്തിൽ എന്തോ വീണു. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല തിളക്കമുള്ള ഒരു ഫോട്ടോ. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന വേസ്റ്റിലുള്ളതായിരിക്കുമോ എന്ന് കരുതി ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചു, നമ്മൾ കൊണ്ടുവന്നതിലുണ്ടോ ഇത്? ഇല്ല ചേച്ചി, ഇതിപ്പോ ഈ പുല്ലില് ആദ്യമായിട്ട് നമ്മൾ കാണണല്ലേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ ഒരു വലിയ സ്വർണ്ണ ഖനിക്കകത്ത് സ്വാമി നിൽക്കുക. അതിനകത്ത് ആദ്യമായിട്ട് സർവീസിന് വന്ന വർഷം എഴുതിയേക്കുന്നു. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞങ്ങള് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവിടുത്തെ അമ്മ പറഞ്ഞു, അത് നിങ്ങൾക്ക് സ്വാമി തന്നതാണ്, സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് അമ്മ പറഞ്ഞു, മോളെ സ്വാമിക്ക് വെള്ളം വെക്കണം, ലോട്ട കൊണ്ടുപോയി വെള്ളം എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലോട്ട നിറയ്ക്കാൻ, അപ്പൊ ഞാൻ ഓർത്തു, സ്വാമി ഞാൻ വീട്ടില് എന്നും വെള്ളം വെക്കണമല്ലോ. സ്വാമി അപ്പൊ എന്നെ അനുഗ്രഹിച്ചു. വെള്ളം എടുക്കാൻ 3 പ്രാവശ്യം ഞാൻ വെള്ളം ആ ലോട്ട കഴുകിയിട്ട് എടുത്തു. നിറഞ്ഞില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ടപ്പേന്ന് ആ ലോട്ട നിറഞ്ഞ വെള്ളം വന്നു. എനിക്ക് സന്തോഷം കൊണ്ട് എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി സ്വാമിക്ക് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു അണ്ണനാണ് അവിടെ ആരതി എടുക്കുന്നത്. ആരതി എടുക്കണ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ചിരട്ടയ്ക്കകത്താണ്, ചിരട്ടയുടെ തന്നെ തേങ്ങാവെള്ളം വച്ചിട്ടാണ് ഭഗവാന് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ആരതി എടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാതെ ശുദ്ധിസായി ഭഗവാന്റെ ഫോട്ടോയിൽ നിന്ന് വിഭൂതി വിഭൂതി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങള് എൻ്റെ പിറ്റേ ദിവസം ഞങ്ങള് ഇങ്ങനെ ഡ്യൂട്ടിക്കായിട്ട് പോകുമ്പോൾ ഒരമ്മ പറഞ്ഞു, മോളെ പിന്നെ കാർ ഷെഡില് സ്വാമിയുടെ ഫോട്ടോയിൽ നിന്ന് തേൻ വരുന്നുണ്ട്, പോയി ചെന്നാ ഇപ്പൊ കാണാം. അപ്പൊ അമ്മ, ഞങ്ങള് ഇപ്പൊ ഞങ്ങള് ഡ്യൂട്ടിക്ക് പോവല്ലേ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി ആ കാർ ഷെഡിൽ പോയി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്തോ സായിരാം? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സായിരാം? കേൾക്കുന്നുണ്ട്. ഞങ്ങള് തേൻ അമൃതായിരുന്നു. അമൃതം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഞങ്ങളത് കഴിച്ചു. പിന്നെ ഒരു ജനുവരിയിലാണ്, ജനുവരി 7-ാം തീയതി സർവീസിന് പോകാനായിട്ട് എൻ്റെ മിസ്സസ് എന്ത് ചെയ്താ സമ്മതിക്കില്ല. അവർക്ക് സ്വാമിയുടെ കാര്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അവര് പറയാ, സായിബാബയുടെ കാര്യത്തിന് നടന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇങ്ങനെ ഓരോന്ന് പറയും. ഞാൻ ഡ്യൂട്ടിക്ക് പോണമെന്നാണ് എ ജിയുടെ ഓഡിറ്റ് സ്കൂളിൽ നടക്കണം. അപ്പൊ അന്ന് ഞാൻ അതിന് മുമ്പായിട്ട് എല്ലാ റെക്കോർഡും ശരിയാക്കി വച്ചു. ടീച്ചറ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്, എനിക്ക് പോകാതിരിക്കാൻ വയ്യ, ഞാൻ എങ്ങനെയാലും പോകും. അപ്പൊ ടീച്ചർ പറഞ്ഞു,
റെക്കോർഡുകൾ ഞാനെല്ലാം സ്വാമിക്ക് സമർപ്പിച്ചേക്കാണ്. സ്വാമി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ടീച്ചർ എന്നെ പുച്ഛിച്ച് തള്ളിയിട്ട് പറഞ്ഞു, സായിബാബയുടെ കൂടെ നടന്നാൽ എന്ത് കിട്ടാനാ, ഞാനൊന്നും നോക്കിയിട്ടില്ല, എല്ലാം ശരിയായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു. 10 ദിവസം ഞാൻ അങ്ങനെ ലോസോപ്പ എടുത്താണ് പോയത്. ലോസോപ്പ എടുത്ത് സർവീസിന് പോയി. പുട്ടപ്പർത്തിയിലെത്തിയപ്പോൾ ടീച്ചർ എന്നെ വിളിക്കുക, ഇന്ന് എജിയുടെ ഓഡിറ്റ് തുടങ്ങിയാണ് കേട്ടോ, എനിക്ക് ഒന്നും അറിയാനും വയ്യ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ക്ലർക്ക് അവിടെ വന്നു. ക്ലർക്ക് വന്നു. അത് ആ സമയം തന്നെ അവര് അവിടെ PSC പരീക്ഷ നടത്തുന്നുണ്ട്. PSC പരീക്ഷയുടെ ഡ്യൂട്ടിക്കായിട്ട് വന്നാണ് അവൻ. അപ്പൊ അവൻ പറഞ്ഞു, സലീം എന്നാണ് ആ കുട്ടിയുടെ പേര്, ലളിതയുടെ റെക്കോർഡുകളല്ലേ, ഒരു കറക്ഷനും ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം, 2 ദിവസം ഞാൻ ടീച്ചറിനെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് അവൻ നിന്ന് അതെല്ലാം നോക്കി. ആ ഭഗവാന്റെ അനുഗ്രഹം, സ്വാമി അങ്ങനെ എനിക്ക് ആ ഓഡിറ്റിന് സലീമിന്റെ രൂപത്തില് എന്ന് പറയാം, സ്വാമി തന്നെ അതെല്ലാം ചെയ്യിച്ചു. അങ്ങനെ ഒരു അനുഭവം. പിന്നെ ഒരിക്കൽ ഞാൻ സമിതിന്ന് ഭജന കഴിഞ്ഞ് വരുമ്പോ ഒത്തിരി സന്ധ്യയായി, 6:30 തുലാവർഷമാണ്. ഇതുപോലെ ഒരു തുലാവർഷ സമയത്താ, നല്ല ട്രാഫിക്കാണ്. ഞങ്ങക്ക് ഇങ്ങോട്ട് ബസ്സില്ല, ആകെ 2 ബസ്സേ ഉള്ളൂ. ആ 2 ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല, ബുദ്ധിമുട്ടാണ് വരാൻ. എന്നെ അശോകൻ എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നാക്കുന്നത്. അശോകൻ എന്നെ ബസ് സ്റ്റോപ്പിൽ നിർത്തി. ഞാൻ നോക്കുമ്പോ ഭയങ്കര ട്രാഫിക്, കടക്കാൻ ഒരു നിവർത്തിയില്ല. അശോകൻ പോവുകയും ചെയ്തു, ബസ് വന്ന് നിൽക്കുകയും ചെയ്തു. 2 റോഡ് കടന്നിട്ട് വേണം ബസ്സിന്റെ അടുത്ത് എത്താൻ. വിരലും ഒച്ച മുറിയും, അതുപോലെ ട്രാഫിക്. ഞാൻ അവിടെ നിന്ന്, സ്വാമി എന്താ ചെയ്യണേ, ബസ് വന്നല്ലോ എന്ന് പ്രാർത്ഥിച്ചു കണ്ണടച്ച്. എനിക്കറിയില്ല, ഞാൻ കണ്ണ് തുറന്നപ്പോ ബസ്സിലാണ്. എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഇന്നും എനിക്ക് അതൊരു അതിശയ. സ്വാമി, ഞാൻ നോക്കുമ്പോ സ്വാമി എൻ്റെ തൊട്ടടുത്ത സീറ്റില് സ്വാമി ഇരിക്കൂന്ന് പറയണ ആര് എനിക്ക് തോന്നി. ഞാൻ അവിടെ ഇരുന്നു. ആ ഒരു ഇത് സ്വാമി, ഞാൻ സ്റ്റോപ്പില് വന്ന് എത്തുന്നത് വരെ സ്വാമി ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ഒരു അനുഭവം. പിന്നെ ഞാൻ ഒരു മെഡിക്കൽ ക്യാമ്പിന് ഡ്യൂട്ടിക്കായിട്ട് പോയി. അവിടെ വെച്ച് എനിക്ക് മൂത്ര തടസ്സം എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. വെള്ളം കുറെ കുടിച്ചു. വെള്ളം കുടിക്കുന്തോറും എല്ലാവരും വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിച്ചിട്ട് മൂത്രം പോകണില്ല, ആകെ വിഷമായി. ഞാനപ്പോ ശ്രീകുമാരി ഡോക്ടറുടെ PA ആയിട്ടാണ് നിന്നിരുന്നത് മെഡിക്കൽ ക്യാമ്പില്. അപ്പൊ ഞാൻ ഒരു സഹിക്കാൻ പറ്റാതായപ്പോ എനിക്ക് വയറുവേദന, ആകെ വിഷമായി തുടങ്ങി. അപ്പൊ ഞാൻ ശ്രീകുമാരി ഡോക്ടറുടെ അടുത്ത് ചെന്നു, ഡോക്ടറെ എനിക്കിങ്ങനെ വയ്യല്ലോ, അപ്പൊ ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോ വേഗം പറഞ്ഞു, മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കൺവീനറെ വിളിച്ചു. കൺവീനറെ കാറ് കൊണ്ട് വന്നു. ഞങ്ങള് വാത്തിയാറ്റി പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് യൂറിൻ എടുത്ത് കളയണം, എന്നിട്ട് നിങ്ങൾ നേരെ ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് പോക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകുമാരി ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങള് നേരെ എൻ്റെ മരുമകനും എൻ്റെ ഒരു കൂട്ടുകാരിയും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുക, ലക്ഷ്മി ഹോസ്പിറ്റലിൽ ചെന്ന് അന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ എന്തോ ഒരു തടസ്സം കാരണം പിറ്റേ ദിവസത്തേക്ക് ആക്കി. പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഞാൻ ഓം ശ്രീ സായിരാം, ഓം ശ്രീ സായിരാം, ഓം ശ്രീ സായിരാം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, എന്തെന്നാ ചേച്ചി പറയണ? അപ്പൊ ഞാൻ സ്വാമിയെ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി കഴിഞ്ഞപ്പോ അതുവരെ എനിക്ക് വീട്ടില് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഈ ശ്രീകുമാരി ഡോക്ടർ അവിടുത്തെ നേരത്തെ ഉള്ള ഒരു ഡോക്ടറായിരുന്നു. എങ്കിലും എന്റെ കാര്യത്തിനായിട്ട് ഡോക്ടർ വന്നതാണ്. ആ ഡോക്ടർ BP കൂടുതലായി ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശ്രീകുമാരി ഡോക്ടർ വരുക. ശരിക്കും എനിക്ക് ശ്രീകുമാരി ഡോക്ടർ സാമ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതിൽ പിന്നെ BP നോർമലായി, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പൊ എൻ്റെ അടുത്ത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എൻ്റെ ബോധം പോകുന്നത് വരെ എൻ്റെ അടുത്ത് സ്വാമിയാണ് ഞാൻ കാണുന്നത്. ശ്രീകുമാരി ഡോക്ടറുടെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണുന്നത് സ്വാമിയായിരുന്നു. അപ്പൊ സ്വാമി എന്നോട് ചോദിക്കാം, ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉവ്വ സ്വാമി, ഞാൻ ലിസിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഓപ്പറേഷന് വന്നപ്പോഴും സ്വാമി ഞാൻ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു ഇതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനു മുമ്പായിട്ട് ഒരു 3 തുള്ളി തീർത്ഥം പോലെ എൻ്റെ ദേഹത്തേക്ക് വീണു. സ്വാമിയുടെ തീർത്ഥാന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ് ആയി വന്നു. പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, സമയമുണ്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഓപ്പറേഷൻ സക്സസ് ആയി. പിന്നെ സമിതിയിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോണു. ഇന്നും ഭഗവാന് അല്ലാതെ എനിക്ക് വേറെ ആശ്രയമൊന്നുമില്ല. ഭഗവാൻ തന്നെ ഉള്ളു ആശ്രയം. സായിരാം മാഡം. സായിരാം, താങ്ക് യു സോ മച്ച്. ഭയങ്കര അനുഭവങ്ങളാണല്ലോ സായിരാം. ഭഗവാന്റെ വീഡിയോ അണിച്ചോളൂ. ഭഗവാന്റെ പ്രസന്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണം. വീഡിയോ അണിച്ചോളൂ. స్వామి భస్మాన్ని ఇస్తుంటాడు. స్వామి గివ్స్ అనేక మంది భస్మాన్ని ధరిస్తుంటారు. మెనీ పీపుల్ వేర్ దిస్ భస్మ. అంతరార్థం ఏమిటి? వాట్ ఇస్ ది సిగ్నిఫికెన్స్ ఆఫ్ దిస్? రూపనామములతో చేరినటువంటి ఒక పదార్థాన్ని కాల్చివేసినప్పుడు అది భస్మంగా మారిపోతుంది. వెన్ you burn any particular object which has the name and form, it becomes the ash. ఈ భస్మం రూపనామరహితమైపోతుంది. This ash does not have the name and form. రూపనామరహితమైనటువంటి యొక్క భస్మమే అద్వైతం. And that kind of bhasma or the ash is associated with Advaita. నీవు అద్వైతుడు కామనే నీకు భస్మాన్ని అందించటం. Ash is given to you with a message. నీ రూపనామం అనేటువంటి వారిని కొంతవరకు అహంకార నిర్మూలము గావించుకోమనే ఈ భస్మాన్ని అందించటం. You should free yourself from the attachment to the name and the form. ఈ భస్మం ఎక్కడి నుంచి వచ్చింది? From where did this ash come? ఒక రూప నామము ధరించినటువంటి వస్తువు యొక్క క్షీణ స్థితియే. This ash comes from an object which have got the name. ఆ రూపనామాన్ని మనం నిర్మూలన గావించినప్పుడే భస్మంగా తయారైంది. Once you destroy the name and form, then you get the అనగా రూపమునందు ఉన్నటువంటి అహంకారము, that means ఈ నామమునందు ఉన్నటువంటి యొక్క మమత్వము, the attachment to the form నిర్మూలన చేయాలి. You have to destroy this attachment. ഭജന പാടിക്കോളൂ. സായിരാം. എന്റെ ഭഗവാന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമത്തോടെ ഭജന ചൊല്ലുകയാണ്. സായിരാം. एक बार क्षमा करो साई, मेरे बाबा श्री सत्य साई. एक बार क्षमा करो साई, मेरे बाबा श्री सत्य साई. क्षमा मूर्ति साई बाबा, क्षमा मूर्ति साई बाबा. प्रेम मूर्ति सत्य साई, प्रेम मूर्ति सत्य साई. एक बार क्षमा करो साई, मेरे बाबा श्री सत्य साई. शिरडी के साई तेरी द्वार गमाई, शिरडी के साई तेरी द्वार गमाई.
पति के साई तेरी आत्मुझे आई, पति के साई तेरी आत्मुझे आई, क्षमा मूर्ति साई बाबा, प्रेम मूर्ति सत्य साई, एक बार क्षमा करो बाबा मेरे, एक बार क्षमा करो साई मेरे बाबा श्री सत्य साई. സായിരാം. അതിനൊന്നും എനിക്കറിയില്ല. സായിരാം. സായിരാം. സായി ഉപമ. കൂടുതൽ ആളുകളും വിവേചനത്തിനും നിർമ്മമത്വത്തിനും വിധേയരാകുന്നത് വല്ലപ്പോഴുമാണ്. അതുകൊണ്ട് തന്നെ അവർ അത് മറന്നു പോകുന്നു. ഒരു ചുവട് മുന്നോട്ടും ഒരു ചുവട് പുറകോട്ടും വെക്കുകയാണെങ്കിൽ അധിക ദൂരം യാത്ര ചെയ്യുവാനാവുകയില്ല. നിങ്ങൾ സാധന ചെയ്യുവാൻ തുടങ്ങുന്നുവെങ്കിലും അതിൽ സ്ഥിരതയില്ല. കയ്യിൽ നിന്നും താഴെ വീണു പോയ നൂൽക്കെട്ട് ഊരി പോകുന്നു. അത് നൂൽക്കെട്ട് മുറുകെ പിടിക്കാതിരുന്നത് കൊണ്ടാണ്. അതുപോലെ സാധനയിലും മറ്റെല്ലാ കാര്യങ്ങളിലും സ്ഥിരമായ പരിശ്രമം കൊണ്ട് മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സായിരാം ഭഗവാൻ. സ്വാമി സായിരാം. മാഷെ. അപ്പോ ഇന്ന് ലളിത മാമിന്റെ അനുഭവങ്ങൾ വളരെ ടച്ചിങ് ആയിരുന്നു. വളരെ നന്നായി. എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഇനി നമുക്ക് ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.